ഫിഖ്ഹിന്റെ കിതാബിന്റെ തെളിവല്ലേ ചോദിച്ച് തുഹ്ഫയിലുണ്ടോ നിഹായയിലുണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് ഞാൻ ഫിഖ്ഹിന്റെ കിതാബ് വായിച്ചു കേൾക്കും. തുഹ്ഫയാ വായിക്കുന്നത്. ശാഫിഈ മദ്ഹബിൽ തുഹ്ഫത്തുൽ മുഹ്താജിനെ കവച്ചു വെക്കുന്നൊരു മുഹ്തമദായ കിതാബില്ല, അതാ വായിക്കുന്നത്. കേട്ടോളൂ, ആർക്കും തർക്കമില്ലല്ലോ. നാദാപുരത്ത് 4 ജുമയുണ്ട്. ഇപ്പോ 4 1 ജുമയിൽ 1 മീറ്റിംഗാണ്. ഒന്ന് മുജാഹിദിന്റെത്. മുജാഹിദിന്റെ മീറ്റിംഗ് തുടങ്ങിയപ്പോ ഒറ്റ മൊയ്ലാരും പറഞ്ഞില്ലല്ലോ നിങ്ങൾ മുജാഹിദിന്റെ പള്ളിയിൽ പോണ്ടാന്ന്. നേരെ മറിച്ച് പള്ളിയിൽ വരണ്ടാന്ന് പറയാൻ എത്ര മൊയ്ലാരുണ്ടായി? മുജാഹിദിന്റെ പള്ളിയിൽ പോണ്ടാന്ന് പറഞ്ഞോ ഈ മൊയ്യന്മാര്, ഈ അരമൊയ്യന്മാര് പറഞ്ഞോ? എന്താ പറയാതിരുന്നത്? മുജാഹിദ് ആയാലും അവർക്കൊരു കുഴപ്പമില്ല, സുന്നിയായി പോയാലേ കുഴപ്പമുള്ളൂ. അപ്പൊ ആ മുജാഹിദിന്റെ പള്ളി എന്ന പേരിൽ മുജാഹിദ് പള്ളി ഉണ്ടാക്കിയിട്ട് അവിടെ പച്ചമലയാളത്തിൽ പ്രസംഗിക്കുന്ന ഒരു മീറ്റിംഗ് ഉണ്ട്. ഞാൻ ആഖിറത്തിൽ വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങളോട് പറയുന്നു, ആ മുജാഹിദിന്റെ ജുമയാണെന്ന നിലക്ക് നിങ്ങൾ പോയി നിസ്കരിക്കുന്ന ഒരൊറ്റ നിസ്കാരവും സഹീഹല്ല. നിങ്ങളുടെ ജുമ ബാത്തിലാണ്, നിസ്കാരം ബാത്തിലാണ്. അതിൽ പങ്കെടുത്തു പോയ ആളുകളൊക്കെ കഴിയുന്ന സമയത്ത് ളുഹർ ഖളാ വീട്ടണം. ഒരിക്കലും തന്നെ മുജാഹിദിന്റെ ജുമയാണെന്ന് മനസ്സിലാക്കി മലയാളത്തിലുള്ള ഖുത്ബയിൽ പോയി പങ്കെടുത്ത് നിങ്ങളെ ജുമ വീട്ടി എന്ന് നിങ്ങൾ ധരിക്കണ്ട. ഞാനിത് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ സ്വീകരിക്കോ ഇല്ലേ എനിക്കത് നോക്കേണ്ടതില്ല. പടച്ചവന്റെ കോടതിയിലെത്തുന്ന സമയത്ത് അള്ളാഹുവിനോട് ഞാൻ തുറന്നു പറയും, മുജാഹിദിന്റെ ജുമ അത് സഹീഹല്ലെന്ന് ഇമാം നബവി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബില്, അതുപോലുള്ള മറ്റ് മഹാന്മാരുടെ കിതാബില് ഖുത്ബ അറബിയിൽ തന്നെ ആകണം നിബന്ധനയാണ്, ഇല്ലെങ്കിൽ ഖുത്ബ സഹീഹല്ല എന്ന് വ്യക്തമായി പറഞ്ഞതിനാൽ മലയാള ഖുത്ബ നടക്കുന്ന മുജാഹിദിന്റെ ജുമ സഹീഹല്ല, സഹീഹല്ല, സഹീഹല്ല. To get more Islamic speech and mother songs, please subscribe on YouTube. Saifullah Kalpana.